എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഈ ഒരു കർമ്മത്തെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പറയാനും കേൾക്കാനുമുള്ള അനുവാദവും അനുഗ്രഹവും അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം നമോ നാരായണ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. അപ്പോ ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 10 അതിലെ 2-ാം ഭാഗം. അപ്പോൾ 10-ലെ നമ്മൾ 16 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസം, അല്ലെ 15 അല്ലേ? 15 അതായത് 18 ശ്ലോകങ്ങൾ കഴിഞ്ഞു അല്ലെ? 18 ശ്ലോകങ്ങളാണ് കഴിഞ്ഞത്. അപ്പൊ നമുക്ക് അതൊന്ന് ഓർക്കാം. നമ്മളെ ഇവിടെ വരെ പറഞ്ഞു നിർത്തിയതെന്ന് ഒന്ന് ഓർത്തു പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അതായത് ബ്രഹ്മാവിന്റെ ആവിർഭാവം, ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മം ആരംഭിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് അദ്ദേഹം ബ്രഹ്മാവ് സൃഷ്ടികർമ്മം ആരംഭിച്ചത്. ഭഗവാൻ ഇങ്ങനെയാണ് ആ ഓർമ്മ കൊടുത്തത് എന്ന് 100 വർഷം തപസ് ചെയ്യാനാണ് ബ്രഹ്മാവിനോട് പറയുന്നത്. അങ്ങനെ ബ്രഹ്മദേവൻ 100 വർഷത്തെ തപസ് ചെയ്തുകൊണ്ട് മനസ്സ് ഏകാഗ്രമാക്കി അങ്ങനെ ഇരുന്നപ്പോൾ താൻ ഇരിക്കുന്ന പത്മവും ആ പ്രളയജലവും ആടി ഉലയുന്നതായിട്ട് വളരെ ഇങ്ങനെ ശക്തമായ കാറ്റ് വീശുകയും ആ പ്രളയജലം ഇങ്ങനെ ഇളകി മറിയുന്നതായിട്ടും താമര ഇളകുന്നതായിട്ടും അനുഭവപ്പെട്ടപ്പോൾ മനസ്സിൽ അദ്ദേഹത്തിന് തോന്നി, ആദ്യം സൃഷ്ടി ചെയ്യണമെങ്കിൽ ഇവിടെ ശൂന്യമാവണ്ടേ. അപ്പൊ ഈ പ്രളയജലമൊക്കെ ഇല്ലാതാവണം, ഈ ശക്തമായ കാറ്റും ഇല്ലാതാവണം. അപ്പൊ തന്നിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്ന അവയെ തന്നിലേക്ക് തന്നെ അദ്ദേഹം ലയിപ്പിച്ചു. അതാണ് ആ പ്രളയജലത്തെയും ആ ശക്തമായ കാറ്റിനെയും അങ്ങ് പാനം ചെയ്തു എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ളിലേക്ക് എടുത്തു. അതോടുകൂടി അവിടെ വളരെ ശാന്തമായി താൻ ഇരിക്കുന്ന താമര മാത്രമേ പിന്നെ കാണാനുള്ളൂ. ആ പത്മമാകട്ടെ ആകാശം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന രീതിയിലാണ് ബ്രഹ്മദേവൻ കാണുന്നത്. നമ്മളിങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ സ്വയം ഇങ്ങനെ കാണുന്നതായിട്ട് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നമുക്കതൊക്കെ എന്നും നമ്മുടെ മനസ്സിൽ മറക്കാതെ ഈ അറിവുകൾ ഇങ്ങനെ നിൽക്കുള്ളൂ. അത് ആകാശം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ആ താമരയെ കാണുന്നത്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ തന്നെ സകല ലോകങ്ങളും സർവചരാചരങ്ങളും സൂക്ഷ്മ രൂപത്തിൽ ഇരിക്കുന്നതായും ബ്രഹ്മദേവൻ കാണുന്നു. അപ്പൊ തനിക്കിനി ചെയ്യാനുള്ളത് എന്താ? ഒന്നുമില്ലായ്മയിൽ നിന്നും പുതിയതിനെ സൃഷ്ടിക്കലല്ല, സൂക്ഷ്മ രൂപത്തിൽ ഇരിക്കുന്നതിനെ സ്ഥൂല രൂപത്തിൽ ഈ പ്രദർശിപ്പിക്കുക മാത്രമാണ് തനിക്ക് ചെയ്യുക. അതായത് ശരീരരൂപം നൽകിഞ്ഞതിനെ പുറത്തേക്ക് കൊണ്ടുവരിക മാത്രമേ ചെയ്യാനുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെയാണ് കർമ്മം ആരംഭിക്കുന്നത്. അപ്പോൾ അപ്പോഴാണ് വിദുരര് ചോദിക്കുന്നത് മൈത്രേയ മഹർഷിയുടെ അടുത്ത്, അപ്പോൾ ഈ സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്ക് വരണമെങ്കിൽ ആര് വേണം? ആര് ഉപകരണമാവണം? അല്ല, എന്തിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ശരീരരൂപത്തെ സ്വീകരിക്കാൻ കഴിയുക? പ്രകൃതി. മായ. സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിചലനമാണല്ലോ എല്ലാ രൂപങ്ങളും. ഈ ഇവിടെ കാണുന്ന ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിചലനത്തിൽ നിന്നുണ്ടാകുന്ന പല പല രൂപങ്ങളാണ് എല്ലാം. അപ്പൊ ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നത് ആരെയാ? മായാശക്തിയെ. അപ്പോഴാണ് വിദുരര് ചോദിക്കുന്നത്, അങ്ങ് പല പ്രാവശ്യമായിട്ട് പറഞ്ഞു ഈ പ്രളയജലം ആടി ഉലയാൻ കാരണം പ്രകൃതി ശക്തിയുടെ ആ പ്രവർത്തനം കൊണ്ട്, ഭഗവാനെ ഉണർത്തിയത് പ്രകൃതി ശക്തിയാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ പ്രകൃതി ശക്തി, ഈ കാലശക്തി അല്ലെങ്കിൽ ഈ മായയുടെ ലക്ഷണം എന്താണ്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അപ്പോൾ മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്, മായയെ എങ്ങനെ വിശദീകരിക്കാൻ? നിർവചിക്കാൻ പറ്റില്ല, വിശേഷണങ്ങൾ കൊടുക്കാൻ പറ്റില്ല.
ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥൂല രൂപത്തെ കാണിച്ചു തരാൻ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്ന ഒരു സംഭവമേ അല്ല. മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്വ രജ തമോ ഗുണങ്ങളുടെ വ്യതിചലനത്താൽ ഒരു ആകാരം രൂപമുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. മനസ്സിലായ? അതാണ് മായ. അപ്പൊ അതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഇതിങ്ങനെ ഇന്ന ഒരു രൂപത്തിൽ ഇങ്ങനെ ഒരു സ്ഥിരമായി നിൽക്കുകയില്ല. കാരണം എന്താ? ഈ വ്യതിചലനം എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും ഇല്ലേ? സത്വരജ തമോ ഗുണങ്ങളുടെ ഇത് സമാന അവസ്ഥയിൽ നിന്ന മായയുണ്ടോ? സത്വരജ തമോ ഗുണങ്ങൾ സമാനമായി നിന്നാൽ മായയുണ്ടോ? പറയൂ. ഇല്ല. അപ്പൊ മായയില്ല. കാരണം ഇത് തുല്യ അനുപാതത്തിലല്ലേ നിൽക്കണേ. അപ്പൊ ഒരു രൂപം ഉണ്ടാ? രൂപമില്ല. കാരണം സത്വരജ തമോ ഗുണങ്ങൾ തുല്യമായ അനുപാതത്തിൽ സമാനമായി നിൽക്കുമ്പോൾ മായയില്ല. അപ്പൊ എന്താ? ഒരു രൂപവും ഇല്ല. ഇതിൽ എന്തെങ്കിലും ഒന്ന് കുറച്ച് ഇറങ്ങിയും താഴ്ന്നു കയറി ഇറങ്ങിയും വ്യതിചലനത്തിൽ വരുമ്പോഴാണ് ഒരു ആകാരം ഉണ്ടാകുന്നത്. അതാണ് മായയുടെ പ്രതിഭാസം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ആ വ്യതിചലനത്തിൽ അതുകൊണ്ടാണ് ഇത് സ്ഥിരമായി നിൽക്കില്ല. ഇതിൽ വ്യതിയാനം എപ്പോഴും വന്നുകൊണ്ടിരിക്കും. പുരുഷൻ എന്ന് വിളിക്കുന്ന ആ ജ്ഞാനമുണ്ടല്ലോ, ആ ബോധസ്വരൂപൻ, ആ ഭഗവാൻ ആ പുരുഷനെ ഈ പ്രപഞ്ച രൂപത്തിൽ ഇവിടെ അവതരിക്കണമെങ്കിൽ ഉപകരണമാവുന്നത് ആരാണ്? ഈ മായയാണ്. പ്രകൃതിയുടെ തന്നെ ആദാശക്തിയുടെ തന്നെ ഒരു ദ്വൈതഭാവമാകുന്ന മായാശക്തി. ആ മായാശക്തിയെ ഉപയോഗിച്ച് അതിൻ്റെ സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിചലനത്താലാണ് ഇവിടെ സകലതും ഉണ്ടായത് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എങ്ങനെയാണ് സൃഷ്ടി ആരംഭിച്ചത് എന്ന് പറയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ എന്താ കണ്ടത്? 9 വിധത്തിലാണ് സൃഷ്ടി നടന്നത്. അത് പ്രാകൃതം എന്നും പറയും, വൈകൃതം എന്നും പറയും. 2 പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ സംഹാരം നടന്നത് 3 വിധത്തിലാണ്. ഇതൊക്കെ എന്നും ഓർമ്മയുണ്ടാവും കേട്ടോ. 9 വിധത്തിൽ സൃഷ്ടി നടന്നു. പ്രാകൃത സൃഷ്ടി എന്നും വൈകൃത സൃഷ്ടി എന്നും അതിനെ വിളിക്കുന്നു. ഇനി സംഹാരം നടന്നത് 3 വിധത്തിൽ. ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നടന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാലോ, അതായത് ഈ കാലശക്തിയുടെ സ്വഭാവം അനുസരിച്ച്, ഓരോ കാലത്തിൻ്റെയും സ്വഭാവം അനുസരിച്ച് ദ്രവ്യങ്ങളിൽ നിന്നും ആ ദ്രവ്യത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് ഇനി അതുപോലെ തന്നെ സത്വരജ തമോ ഗുണങ്ങൾ ത്രിഗുണങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് പ്രവർത്തനം കൊണ്ട് ഇതിൽ ഈ 3ൻ്റെയും സ്വാധീനത്താലാണ് ഈ സൃഷ്ടിയും സംഹാരവും നടക്കുന്നത്. സൃഷ്ടി 9 വിധത്തിലും സംഹാരം 3 വിധത്തിലുമാണ് ഇവിടെ നടന്നത്. അങ്ങനെയാണ് വിശദീകരിച്ചു കൊടുക്കുന്നത് മൈത്രേയ മഹർഷി. അപ്പൊ ഇനി സൃഷ്ടി 9 വിധത്തിൽ നടന്നു എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ സൃഷ്ടി അതിനെ പ്രാകൃതമെന്നും വൈകൃതമെന്നും വിളിക്കുമെന്ന് പറഞ്ഞു. പ്രാകൃതം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യത്തെ സൃഷ്ടികളാണ് പ്രാകൃതം എന്ന് വിളിക്കുന്നത്. അത് ഏതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ സത്സംഗത്തിൽ പറഞ്ഞിരുന്നു. ഏറ്റവും ആദ്യം ഉണ്ടായത് മഹത്തത്വം, രണ്ടാമതുണ്ടായത് അഹങ്കാര തത്വം. ഇനി അഹങ്കാര തത്വത്തിൽ തന്നെ സാത്വിക അഹങ്കാരം, രാജസിക അഹങ്കാരം, താമസിക അഹങ്കാരം, അങ്ങനെ 3 അഹങ്കാരങ്ങളായിട്ട് പിരിഞ്ഞു. അതിൽ താമസിക അഹങ്കാരത്തിൽ നിന്നും മൂന്നാമതുണ്ടായത് എന്തായിരുന്നു? പഞ്ചഭൂതങ്ങൾ. രാജസിക അഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങൾ. സാത്വിക അഹങ്കാരത്തിൽ നിന്ന് ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ദേവന്മാരും ഉണ്ടായി. അപ്പൊ എത്ര സൃഷ്ടി നടന്നു? ആദ്യത്തെ മഹത്തത്വം, അഹങ്കാരം, പഞ്ചഭൂതങ്ങൾ, 10 ഇന്ദ്രിയെ നിയന്ത്രിക്കുന്ന ദേവന്മാര്. അപ്പൊ 5 സൃഷ്ടി നടന്നു. ഇനി 6ാമതായിട്ടുണ്ടായത് ഈ 5 തത്വങ്ങളെയും സാധാരണ മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നും മറയ്ക്കുന്ന അവിദ്യ, അജ്ഞാനം. അതാണ് 6ാമതായി സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് ആ മറ കൊണ്ട്, അവിദ്യയാകുന്ന മറയുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ യഥാർത്ഥമല്ലാത്ത പ്രപഞ്ചത്തെ യഥാർത്ഥമായി തോന്നുന്നത്. ഈ കാണുന്ന ശരീരം, ഈ കാണുന്ന ഞാൻ കണ്ടും കേട്ടും തൊട്ടും ശ്വസിച്ചും സ്പർശിച്ചും ഞാൻ അറിയുന്ന ഈ പ്രപഞ്ചം യഥാർത്ഥമാണെന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അന്നേ അവിടെ ഒരു മറ, അവിദ്യ, അജ്ഞാനത്തിൻ്റെ ഒരു മറ 6ാമതായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് ഭഗവാൻ. അതുകൊണ്ടാണ് നമുക്കത് തോന്നുന്നത്. ഇനി അത് എന്തിനാണ് സൃഷ്ടിച്ചത് എന്ന് വെച്ചാൽ അതിൻ്റെ കാരണം എന്താ? എല്ലാവരും ഈ തത്വം അറിഞ്ഞ് മോക്ഷം നേടി കഴിഞ്ഞ പ്രപഞ്ചമുണ്ടോ? ഇല്ല. 1000 ചതുർയുഗങ്ങൾ നിലനിൽക്കുമോ? ഇല്ല. ഇത് സംഭവിക്കില്ല. എന്തുകൊണ്ടാണ് 1000 ചതുർയുഗങ്ങൾ ഉണ്ടാകുന്നതും പ്രപഞ്ചം അത്രയും കാലം നിലനിൽക്കുന്നതും? ജനന മരണത്തിന്റെ ചക്രമുള്ളത് കൊണ്ടാണ്. അതെന്തുകൊണ്ടാണ് ജനന മരണം സംഭവിക്കുന്നത്? ഈ അവിദ്യ മൂലം ഞാൻ എന്ന അഹത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഈ കർമ്മത്തിന്റെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരുമ്പോഴാണ് പുനർജന്മങ്ങൾ ഉണ്ടാകുന്നത്. പുനർജന്മം ഉണ്ടെങ്കിലേ പ്രപഞ്ചം ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു
മായയെ, ഈ ഒരു അവിദ്യയെ ആറാമതായി സൃഷ്ടിച്ചത്. ഈ 6 വരെയുള്ള സൃഷ്ടി ഉണ്ടല്ലോ, 9 വിധത്തിലാണ് സൃഷ്ടി നടത്തിയതെന്ന് പറഞ്ഞിരുന്നു. അതിൽ 6 വരെയുള്ള സൃഷ്ടി പറഞ്ഞു. ഈ 6 വിധത്തിലുള്ള സൃഷ്ടിയാണ് പ്രാകൃത സൃഷ്ടി എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ഇതിനെ പ്രാകൃത സൃഷ്ടി എന്ന് വിളിക്കാൻ കാരണം? അതെന്തുകൊണ്ടാണെന്നറിയോ? അതായത് ഈ മഹത്തത്വവും അഹങ്കാരവും പഞ്ചഭൂതങ്ങളും 10 ഇന്ദ്രിയങ്ങളും അതിനെ നിയന്ത്രിക്കുന്ന ദേവന്മാരും അതിനുശേഷം ഈ അജ്ഞാനത്തിന്റെ മറയും ഈ 6ഉം സൃഷ്ടിച്ചത് പുരുഷ പ്രകൃതി സംയോഗമാകുന്ന പരമാത്മാവ് നേരിട്ട് നടത്തിയ സൃഷ്ടികർമ്മമാണത്. അതായത് ബോധസ്വരൂപനായ പുരുഷൻ ആ പ്രകൃതിയാകുന്ന മായാശക്തിയെ ഉപയോഗിച്ച് നടത്തിയ സൃഷ്ടി, മായാശക്തിയെ ഉപയോഗിച്ച് നേരിട്ട് നടത്തിയ സൃഷ്ടി. അതായത് ഒരു ശരീരരൂപം അവിടെ ഉടലെടുത്തിട്ടില്ല, ഒരു ശരീരം അവിടെ ഉണ്ടായിട്ടില്ല. ബോധത്തിൽ നിൽക്കുന്ന പുരുഷൻ പ്രകൃതി എന്ന ശക്തിയെ, മായയെ ഉപയോഗിച്ച് സ്വയം പിരിഞ്ഞ് ആദ്യം മഹത്തത്വമാകുന്നു എന്ന് വെച്ചാൽ അവബോധം, അതിനുശേഷം അഹങ്കാരം, ഞാൻ എന്നൊരാൾ ഇവിടെ ഉണ്ടല്ലോ എന്നൊരു അഹങ്കാരത്തിലേക്ക് വരുന്നു. അതിൽ നിന്നും പലതായി പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, ദേവന്മാർ, ഇതൊക്കെ ഉണ്ടാകുന്നു. ഇവയുടെയൊക്കെ തന്മാത്രകൾ ഉണ്ടാകുന്നു. അതിനുശേഷം അവിദ്യയും ഉണ്ടാകുന്നു. ഇത് ആ പ്രകൃതി നേരിട്ട് നടത്തിയ സൃഷ്ടികർമ്മമാണ്. ഇനി ആ ബോധസ്വരൂപനാകുന്ന പുരുഷൻ പ്രകൃതി എന്ന മായയെ ഉപയോഗിച്ച് ഈ സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിചലനത്തിൽ രജോ ഗുണം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ഒരു ശരീരരൂപത്തെ സ്വീകരിച്ചതാണ് ബ്രഹ്മദേവൻ. അത് നമുക്ക് മനസ്സിലായി. ബ്രഹ്മാവിന്റെ ആവിർഭാവം നമ്മൾ കണ്ടു. അങ്ങനെ ബ്രഹ്മാവ് ആവിർഭവിച്ചതിന് ശേഷം ആ പ്രകൃതി ശക്തി ബ്രഹ്മാവായി ഇരുന്നു കൊണ്ട്, അതായത് ഭഗവാൻ തന്നെയാണല്ലോ ബ്രഹ്മാവിന്റെ ശരീരം സ്വീകരിച്ചത്. ആ ബോധസ്വരൂപനാകുന്ന പുരുഷൻ പ്രകൃതിയെ ഉപയോഗിച്ച് 6 രൂപത്തിൽ പിരിഞ്ഞു വന്നു. മനസ്സിലായില്ലേ? 6 രൂപത്തിലായി പിരിഞ്ഞു വന്നു. ആദ്യം മഹത്വത്വമായി, പിന്നെ അഹങ്കാരമായി, ഇങ്ങനെ പിരിഞ്ഞിവിടം വരെ എത്തി. അവിദ്യ വരെ ആയി നിന്നു. അതിനുശേഷം ആ പരമാത്മാവ് പുരുഷൻ പ്രകൃതിയെ ഉപയോഗിച്ച്, മായയെ ഉപയോഗിച്ച് ഒരു ശരീരത്തെ എടുത്തു. അതാണ് ആദ്യത്തെ ശരീരമാണ് ബ്രഹ്മാവിന്റെ ശരീരം. എന്നിട്ട് ആ ബ്രഹ്മാവായി ഇരുന്നു കൊണ്ട് നടത്തിയ സൃഷ്ടി, അതാണ് ഇനി വൈകൃത സൃഷ്ടി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ആ അല്ലല്ല, അതല്ല. മായ വരെയുള്ള ഭാഗം കഴിഞ്ഞതിന് ശേഷം ആ ഭഗവാൻ, അപ്പം നമ്മൾ ഇതിനു മുന്നേയും ഈ സൃഷ്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രപഞ്ച സൃഷ്ടി രഹസ്യം നമ്മൾ ശ്രീ ശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗം 2ാം സ്കന്ധത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വിരാട് സ്വരൂപൻ ഉണ്ടായത്. വിരാട് സ്വരൂപം നമുക്കറിയാലോ, ഈ തന്മാത്രകളൊക്കെ കൂടി ചേർന്ന് ഒരു ബ്രഹ്മാണ്ടമായി കാരണജലത്തിൽ 1000 വർഷം മുങ്ങിക്കിടന്നു. അതിൽ കിടന്ന് ആ ശക്തിയുടെ പ്രവർത്തനത്താൽ ഇത് പൊട്ടി വിരാട് സ്വരൂപം ഉണ്ടായി. ആദിനാരായണ മൂർത്തിയുടെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടാകുന്നത്. അപ്പൊ ഇത്രയും ഭാഗമാണല്ലോ പ്രാകൃതം എന്ന് പറയുന്നത്. അതിനുശേഷം വൈകൃത സൃഷ്ടി ആവുമ്പോഴാണ് ആദ്യം പ്രകൃതി ശക്തി ഇത്രയും നേരം ഒരു ശരീരം എടുക്കാതെ നേരിട്ട് ഇങ്ങനെ മഹത്തത്വമായി, അഹങ്കാരമായി ഇങ്ങനെ വന്നു. അതിനുശേഷം ഇനി നേരിട്ട് സൃഷ്ടികർമ്മമില്ല. ഇനി വരാൻ പോകുന്നത് വൈകൃത സൃഷ്ടിയാണ്. അത് ഭൗതികം, ഈ പ്രകൃതി നേരിട്ട് നടത്തുകയല്ല, ഒരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആ ശരീരത്തെ കൊണ്ട് നടത്തിച്ചു. മനസ്സിലായോ? ഒരു ശരീര രൂപത്തെ സ്വീകരിച്ച് വന്ന് ഒരു ദേവനായി വന്ന്, എന്നിട്ട് ആ ശരീരത്തെ ആ രൂപത്തിലിരുന്ന്, ബ്രഹ്മാവിന്റെ രൂപത്തിലിരുന്ന് ആ പരമാത്മാവ് സൃഷ്ടികർമ്മം നടത്തിച്ചു. അപ്പൊ അവിടെ നിന്ന് അങ്ങടാണ് സൃഷ്ടികർമ്മം. അപ്പൊ ബ്രഹ്മാവിന്റെ ഉൽപ്പത്തി ഇതിൽ പെടില്ല. ബ്രഹ്മാവാണ് സൃഷ്ടികർമ്മം നടത്തുന്ന, പ്രപഞ്ചത്തിന്റെ ദാതാവാണ്, അല്ലെ? പ്രജാപതിയാണ് ബ്രഹ്മദേവൻ. അപ്പൊ ബ്രഹ്മാവ് നടത്തുന്ന ബ്രഹ്മാവിന്റെ രൂപത്തെ സ്വീകരിച്ച് ഭഗവാൻ നടത്തുന്ന സൃഷ്ടിയാണ് ഇനി വൈകൃത സൃഷ്ടി എന്ന് പറയുന്നത്. മനസ്സിലായ? അപ്പൊ പ്രാകൃതം എന്ന് പറയുന്നത് ഈ അജ്ഞാനം വരെയുള്ള ഭാഗങ്ങൾ എത്തി അവിടെ നിന്നു. അതിനുശേഷം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് ഈ പ്രപഞ്ചത്തിനൊരു നിർമ്മാതാവ് ഉണ്ട്, അതുണ്ടെങ്കിൽ അത് ആര്? ഉത്തരം ഉണ്ടാവുമോ നമുക്ക്? ഇന്ന് നമുക്കത് ചൂണ്ടിക്കാണിക്കാം. ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയാം ലോകം പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവ് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കും, ബ്രഹ്മദേവൻ. എല്ലാവർക്കും അറിയാം ഈ ഉണ്ടായ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ മഹാവിഷ്ണു. ഇതിനെ സംഹരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ മഹാദേവൻ. അങ്ങനെ നമ്മൾ ത്രിമൂർത്തികളെ ആരാധിച്ചു പോരുന്നു, ഇല്ലേ? ഈ സങ്കല്പം പിന്നെ എങ്ങനെയാ ഉണ്ടാവുക?
നമുക്ക് ഭൗതിക പ്രകൃതി എന്ന് പറഞ്ഞിട്ട് ഒരു ദേവനെ അല്ലെങ്കിൽ ദേവിയോ പൂജിക്കാനുണ്ടോ? പൂജിക്കാൻ പറ്റുമോ? ഒരു സങ്കല്പം ഇല്ലാതെ മായ എന്ന് പറഞ്ഞിട്ട് പൂജിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾക്ക് ആരാധിക്കാൻ, നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും സംരക്ഷിക്കാനും പരിപാലിക്കാനും സംഹരിക്കാനും ഒരു ശക്തി ഉണ്ട് എന്ന് ഒരു ശരീര രൂപത്തിൽ നമുക്ക് ആരാധിക്കാൻ ഒരു ശരീരം വേണ്ടേ? അപ്പൊ അതുകൊണ്ട് ആ പരമാത്മാവ് ഇതുവരെയുള്ള സൃഷ്ടി നേരിട്ട് നടത്തി 6 അതിനുശേഷം ഇനി ഞാനൊരു ശരീരം എടുത്തിട്ട് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഭൗതിക സ്ഥൂല രൂപങ്ങളെയാണ്. അപ്പൊ മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങളൊക്കെ വരും. അപ്പൊ അവർക്കൊക്കെ ആരാധിക്കാൻ, അതിലെ മനുഷ്യർക്കൊക്കെ ആരാധിക്കാൻ ഒരു ദേവനായിട്ട് എന്നെ കാണണം അവർക്ക്. അല്ലെങ്കിൽ ഭൗതിക പ്രകൃതിയാണെന്ന് സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം എന്താ? 6ാമത് സൃഷ്ടിച്ചത് ആരെയാ? മായ. ആ അറിവ്, ആ അജ്ഞതയെ, ആ അവിദ്യയെയാണ്, മറയാണ് സൃഷ്ടിച്ചത്. അപ്പൊ അതുകൊണ്ട് ആ ശൂന്യമായ ചൈതന്യത്തെ, ഈശ്വര ചൈതന്യത്തെ അറിയാൻ സാധാരണ മനുഷ്യന്റെ ബുദ്ധിക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് ആരാധിക്കുന്ന രീതിയിൽ സ്ഥൂല രൂപത്തിൽ ഞാൻ നിൽക്കണം എന്ന് പരമാത്മാവ് ചിന്തിച്ചുകൊണ്ട് ഇച്ഛിച്ചുകൊണ്ട് ഒരു ശരീര രൂപത്തെ സ്വീകരിച്ചതാണ് ബ്രഹ്മാവിന്റെ ശരീരരൂപം. അങ്ങനെ നിന്നിട്ട് ഇനി അപ്പൊ അതിന് എന്ത് വേണം? ബ്രഹ്മാവിനാണെങ്കിൽ സൃഷ്ടികർമ്മം നടത്തിക്കൊണ്ടേയിരിക്കണം, കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെ? ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി 1000 ചതുർയുഗങ്ങൾ അവസാനിക്കുന്ന അവസാന രാത്രിയിൽ, അല്ലെ, കലിയുഗ ഏറ്റവും അവസാനത്തെ കലിയുഗത്തെ അവസാനത്തെ രാത്രിയിൽ നൈമിത്തിക പ്രളയം വരെ ബ്രഹ്മാവ് വേണം സൃഷ്ടിക്കാൻ. ഇപ്പൊ ഉള്ളിലേക്ക് വലിച്ചതും ബ്രഹ്മാവ് തന്നെയാണ്. അപ്പൊ ഇത്രയും കാലം കർമ്മം ചെയ്യണമെങ്കിൽ ബ്രഹ്മാവിന് സത്വരജ തമോ ഗുണങ്ങളിൽ ഏത് ഗുണം കൂടിയിരുന്നാലേ കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. ആ സൃഷ്ടികർമ്മം അത്രയും കാലം നടത്തണമെങ്കിൽ കർമ്മോത്സുകമായ രജോ ഗുണം കൂടി നിൽക്കണം. അങ്ങനെ രജോ ഗുണം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ പരമാത്മാവ് ഇച്ഛിക്കുകയാണ്, ഇനി എനിക്കൊരു സ്ഥൂല രൂപത്തിൽ നിന്നുകൊണ്ട് സൃഷ്ടികർമ്മം നടത്തണം. അതായത് ഇനി സൃഷ്ടിക്കാൻ പോകുന്നവർക്ക്, മനുഷ്യർക്കൊക്കെ ആരാധിക്കാൻ, അവരുടെ ബുദ്ധിക്ക് ഇതുവരെയുള്ളത് മറ സൃഷ്ടിച്ചത് കൊണ്ട് അവർക്ക് ഇനി ഇതുവരെയുള്ള ഭാഗങ്ങളെ അറിയാൻ പറ്റില്ല. അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള എല്ലാത്തിനും ഓരോ ദേവന്മാരുണ്ട്. അപ്പൊ ദേവീ ദേവന്മാരുടെ രൂപത്തിൽ കണ്ട് ആരാധിച്ച് ഉപാസിച്ചു പോരാൻ വേണ്ടിയിട്ട് ഞാനൊരു രൂപത്തിൽ ഇരുന്നു കൊണ്ട് ഇനി ചെയ്താലേ അവർക്കത് മനസ്സിലാവുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ബ്രഹ്മാവിന്റെ രൂപത്തെ സ്വീകരിച്ച് എന്നിട്ട് സൃഷ്ടിയെ നടത്താൻ തുടങ്ങി. അവിടെ നിന്ന് അങ്ങോട്ട് നടത്തുന്ന സൃഷ്ടിയാണ് പിന്നെ വൈകൃത സൃഷ്ടി എന്ന് പറയുന്നത്. ഇപ്പൊ പിടികിട്ടിയില്ലേ? ഓക്കെ, മനസ്സിലായില്ലേ എല്ലാവർക്കും? അപ്പൊ അങ്ങനെ നമ്മൾ വൈകൃത സൃഷ്ടി എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ വൈകൃത സൃഷ്ടിയില്, അതായത് ബ്രഹ്മദേവൻ നടത്തുന്ന സൃഷ്ടികളെ ഏതൊക്കെയാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതായത് നമ്മൾ നേരത്തെ കണ്ടു 9 വിധത്തിലാണ് സൃഷ്ടി നടക്കണേന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതിലിനി എത്രാമത്തെയാണ്? 7ാമത്തെ സൃഷ്ടി എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. എന്നാൽ ബ്രഹ്മദേവൻ നടത്തുന്ന വൈകൃത സൃഷ്ടിയില് ആദ്യത്തെയും, മനസ്സിലായില്ലേ? ഭഗവാൻ നടത്തുന്ന സൃഷ്ടിയിൽ 7ാമത്തെ സൃഷ്ടി. എന്നാൽ ബ്രഹ്മദേവന്റെ രൂപത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ നടത്തുന്ന സൃഷ്ടി എന്ന് ചോദിച്ചാൽ അതാണ് വൈകൃത സൃഷ്ടി. അപ്പൊ വൈകൃത സൃഷ്ടിയിലെ 1ാമത്തെ സൃഷ്ടിയെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടാ. ശ്ലോകം 19. സപ്തമഃ മുഖ്യ സർഗഃ തു ഷഡ്വിധ തസ്തൂഷാം ചയഃ വനസ്പതി ഓഷധി ലതാ ത്വക് സാരാ വീരുദോ ദ്രുമഃ. സപ്തമഃ മുഖ്യ സർഗഃ തു ഷഡ്വിധ തസ്തൂഷാം ചയഃ വനസ്പതി ഓഷധി ലതാ ത്വക് സാരാ വീരുദോ ദ്രുമഃ. അതായത് സപ്തമ, ഇനി 7ാമത്തെ, അതായത് ഭഗവാൻ നടത്തുന്ന സൃഷ്ടിയിൽ 7ാമത്തെ സൃഷ്ടി, അത് മുഖ്യ സർഗഃ തു എന്ന് വെച്ചാൽ വൈകൃത സൃഷ്ടിയിലും മുഖ്യമായത് എന്ന് വെച്ചാൽ 1ാമത്തെ, അതാണ് മുഖ്യ സർഗം എന്ന് പറയുന്നത്. വൈകൃത സൃഷ്ടിയിൽ 1ാമത്തെ സൃഷ്ടി, ഏറ്റവും ആദ്യത്തെ സൃഷ്ടിയും ഭഗവാൻ നടത്തുന്ന 7ാമത്തെ സൃഷ്ടിയുമായിട്ടുള്ള ഇത് ഷഡ്വിധം 6 വിധത്തിലാണെന്ന്. അതിന്റെ പ്രത്യേകത തസ്തൂഷാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചലിക്കാൻ പറ്റാത്തതാണെന്ന്, മൂവ് ചെയ്യാൻ പറ്റില്ല, അനങ്ങാതെ എവിടെയാണോ വെച്ചത് അവിടെ തന്നെ നിൽക്കുന്നതാണ് ഈ സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നീങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലായേ? എവിടെയാണോ നമ്മൾ വെച്ച് ഈ വസ്തുക്കള് ഈ സൃഷ്ടി എവിടെയാണോ വെച്ചത് അവിടെ തന്നെ നിൽക്കുള്ളൂ. ഇതിനിങ്ങനെ ചലിച്ച് മുന്നോട്ടോ പിന്നോട്ടോ ഒരു ദിക്കിലേക്ക് നീങ്ങാനായിട്ട്
സാധിക്കില്ല. ഇനി അങ്ങനെ 6 വിധത്തിലുള്ള സൃഷ്ടിയാണ് നടത്തിയത്. അത് ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ചയഹ, അവയെല്ലാം വനസ്പതി, അതാണ് 1, ഓഷധി 2, ലത 3, ത്വക്സാര 4, വീരുദോ 5, ദ്രുമ എന്ന് വെച്ചാൽ 6. അപ്പൊ ദ്രുമ 6. അപ്പൊ അങ്ങനെയാണ് 6 വിധത്തിലുള്ള സൃഷ്ടി. അപ്പൊ എന്താണ് വനസ്പതി എന്ന് നോക്കാം. വനസ്പതി എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷമാണ്. ആ വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൂക്കില്ലാന്ന്, പുഷ്പങ്ങൾ ഉണ്ടാവാതെ കായ്ക്കുന്ന വൃക്ഷം, അതാണ് വനസ്പതി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം ഇതിലുള്ള അമ്മമാർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റൂ? പൂക്കില്ലാന്ന്, പൂക്കാണ്ട്, പുഷ്പങ്ങൾ ഉണ്ടാവാതെ പൂക്കാതെ കായ്ക്കുന്ന വൃക്ഷം, അതാണ് വനസ്പതി എന്ന് പറയുന്നത്. പ്ലാവ് അല്ലേ, ഒരു ഉദാഹരണം പ്ലാവല്ലേ പറയാൻ പറ്റുക. പിന്നെ രണ്ടാമത്തെ അതെ, പ്ലാവ് പൂക്കുന്നില്ലല്ലോ, പക്ഷെ അതിന് കായ ഉണ്ടാവും, അതാണ് അതിന്റെ പ്രത്യേകത. ഇനി ഓഷധി എന്ന് വെച്ചാൽ എന്താന്നാ, ഒരു കായ ഉണ്ടായിട്ട് അത് മൂക്കുന്നത് വരെ ആ ചെടി നിൽക്കുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ആ ചെടി ഉണ്ടാവില്ല, അതാണ് ഓഷധി. കായ ഉണ്ടായി ഒരു ഫലം ഉണ്ടായി മൂക്കുന്നത് വരെ നിൽക്കും, അത് കഴിഞ്ഞാൽ ആ ചെടി നശിച്ചു പോകും. അത് എന്തായിരിക്കും? അപ്പൊ ഒരു ഉദാഹരണം നെല്ലാണ് അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്. അടുത്തത് ലത എന്ന് പറഞ്ഞാൽ അറിയാലോ, വള്ളിച്ചെടി. അപ്പൊ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് പറയാം. വള്ളിച്ചെടി എന്ന് പറയുമ്പോൾ ഞാൻ ഈ പേര് പറയുന്നത് മാത്രമല്ല കേട്ടോ, ആ വിഭാഗത്തിൽ പെടുന്നതൊക്കെ അതിൽ പെടുന്നതാണ് അറിയാം. അതിനെയാണ് ആദ്യം ബ്രഹ്മാവ് സൃഷ്ടിച്ചത്. ലത എന്ന് പറഞ്ഞാൽ വള്ളിച്ചെടി. അപ്പൊ ഇങ്ങനെ പടർന്നു കയറുന്നത്, കുരുമുളകൊക്കെ പടർന്നു കയറുന്നതല്ലേ, അപ്പൊ അതങ്ങനെ നമുക്ക് കണക്കാക്കാം. പിന്നെ എന്താ, ത്വക്സാര എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയുള്ള കനമുള്ള തണ്ടോടുകൂടി നിൽക്കുന്ന ചെടി, അതാണ് ത്വക്സാര എന്ന് പറയുന്നത്. അത് ആ വിഭാഗത്തിൽ പെടും. അപ്പൊ അതായത് ഇങ്ങനെ കുറെ എണ്ണം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടമായിട്ട് നിൽക്കും, എന്നാൽ ഇത്തിരി കനമുള്ള തണ്ടോട് കൂടിയിട്ടാണ് ആ ചെടി നിൽക്കുക. അപ്പൊ മുളകളുടെ കൂട്ടമൊക്കെ അതിൽ പെടുത്താം നമുക്ക്. ഇനി വീരുദഹ എന്ന് പറഞ്ഞാല് ഒരു എന്താ പറയാ, നിലത്തുകൂടെ പടർന്നു പോകുന്ന ചെടികൾ, അതാണ് വീരുദഹ എന്ന് പറയുന്നത്. നിലത്തുകൂടെ പടർന്നു പോകുക എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങയൊക്കെ മത്തനൊക്കെ അങ്ങനെയല്ലേ പോവുക, താഴത്തുകൂടെ പടർന്നു പോകുന്നതാണ് വീരുദഹ എന്ന് പറയുന്നത്. ഇനി ദ്രുമ എന്ന് പറഞ്ഞാൽ അർത്ഥം വൃക്ഷം എന്ന്, അതായത് യഥാർത്ഥത്തിലുള്ള വൃക്ഷം, പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന വൃക്ഷം, അതാണ് ദ്രുമ എന്ന് പറയുന്നത്. മനസ്സിലായ? അപ്പൊ അതെന്തായിരിക്കും ഉദാഹരണം? ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് പറയാം, പെട്ടെന്ന് പറയാൻ പറ്റും, മാവ് പൂക്കുകയും ചെയ്യും, കായ്ക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള സസ്യങ്ങളെ, ചെടികളെയാണ് ബ്രഹ്മദേവൻ ഏറ്റവും ആദ്യം സൃഷ്ടിച്ചത്. മനസ്സിലായില്ലേ? അപ്പൊ ബ്രഹ്മാവായി നിന്നുകൊണ്ട്, സാക്ഷാൽ പരമാത്മാവ് ബ്രഹ്മാവായി നിന്നുകൊണ്ട് ആദ്യം നടത്തിയ സൃഷ്ടി, അതാണ് വൈകൃത സൃഷ്ടി. അതിൽ ആദ്യത്തെ സൃഷ്ടി സസ്യങ്ങളാണ്, ചെടികൾ, വൃക്ഷങ്ങളാണ് സൃഷ്ടിച്ചത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അത് എവിടെയാ നട്ടെ അവിടെ ഉണ്ടാവുള്ളൂ. അത് വേറെ സ്ഥലത്തേക്ക് മാറിപ്പോവാ, നടന്നു പോവാനോ അനങ്ങാനോ ഒന്നും അതിന് പറ്റില്ല. മുകളിലേക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. എവിടെ വെച്ചു അവിടെ ഉണ്ടാവുള്ളൂ. അതാണ് അതിന്റെ പ്രത്യേകത. അതിന് ചലിക്കാനും നീങ്ങാനും ഒന്നും സാധിക്കില്ല. ആ സൃഷ്ടിയാണ് ആദ്യം നടത്തിയത്. അപ്പൊ 6 വിധത്തിലാണ് അത് നടത്തിയത്. വനസ്പതിയുണ്ട്, ഓഷധിയുണ്ട്, ലതയുണ്ട്, ത്വക്സാരയുണ്ട്, വീരുദോ, ദ്രുമഹ. ഇത്തരം വൃക്ഷങ്ങളെ, സസ്യങ്ങളെ ആണ്, ചെടികളെയാണ് ആദ്യം ബ്രഹ്മദേവൻ സൃഷ്ടിച്ചത്. ഇനി ഇതിന്റെ ഒരു പ്രത്യേകതയാണ് 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഉത്സ്രോതസഹ തമഹ പ്രായ അന്തഃ സ്പർശ വിശേഷിണഃ. ഈ സൃഷ്ടിയുടെ പ്രത്യേകതയാണ് പറയുന്നത്. ഉത്സ്രോതസഹ തമഹ പ്രായ അന്തഃ സ്പർശ വിശേഷിണഃ. ഉത്സ്രോതസഹ എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്നല്ലോ, വേരിൽ നിന്ന് ആഹാരം വലിച്ചെടുത്ത് മുകളിലോട്ട് ആഹാരം ഇങ്ങനെ ഭക്ഷണം പോകുന്നതും മുകളിലോട്ടാണ്, താഴേന്ന് മുകളിലേക്ക് വലിച്ചെടുത്ത്, അല്ലെ? അങ്ങനെയാണ് സസ്യങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. വേരിൽ നിന്ന് താഴേന്ന് ഭക്ഷണത്തെ വലിച്ചെടുത്തിട്ട് അത് മുകളിലേക്ക് പോവുക. അപ്പൊ ആ ഭക്ഷണത്തിന്റെ ഒരു പോക്ക് താഴെ നിന്ന് മുകളിലോട്ടാണ്. അതാണ് ഉത്സ്രോതഹ എന്ന് പറയുന്നത്, ഉത്സ്രോതസഹ എന്ന് പറയുന്നത്.
അങ്ങനെയുള്ളതാണ് ഈ സൃഷ്ടി, വൈകൃതത്തിലെ വൈകൃത സൃഷ്ടിയിലെ ആദ്യത്തെ സൃഷ്ടി. ഇനി ഇതിന്റെ പ്രത്യേകത തമപ്രായ എന്ന് പറഞ്ഞാൽ, തമഹപ്രായ എന്ന് പറഞ്ഞാല് നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഇതിന് ജീവനില്ല എന്നാ തോന്നുള്ളൂ എന്ന്. കാരണം ഇത് അനങ്ങണില്ലല്ലോ, ഇത് മൂവി ചലിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇതിന് എവിടെ വെച്ചോ അവിടെ മാത്രം നിൽക്കുന്നതാണ്. അപ്പൊ തോന്നും നമ്മൾ സാധാരണ സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ എങ്ങനെയാ ഈ ലോകത്തുള്ള സാധനങ്ങളെ ലിവിങ് തിങ്സ് നോൺ ലിവിങ് തിങ്സ് എന്ന് പറയും അല്ലെ. നമ്മൾ ചലിക്കാൻ കഴിയും, ജീവനുള്ളത് ജീവനില്ലാത്തതെന്നാണ് വേർതിരിക്കുന്നത്. അപ്പോൾ ഒരു ചെടീനെ നോക്കുമ്പോൾ പെട്ടെന്ന് ഇതിനെ ചലിക്കാൻ പറ്റണില്ലല്ലോ. അപ്പം തമഹപ്രായ എന്ന് വെച്ചാൽ ജീവൻ ഇല്ല എന്ന് തോന്നും, അതിൻ്റെ ഉള്ളിൽ ജീവചൈതന്യം ഒന്നുമില്ല, കാരണം അത് എവിടെ വെച്ചാൽ അവിടെ തന്നെ നിൽക്കുന്നു എന്ന് തോന്നുമെങ്കിലും അന്തഃസ്പർശ, അതിൻ്റെ ഉള്ളിൽ ആ ചൈതന്യം, ആ പരമാത്മ ചൈതന്യം സ്പർശിച്ചിരിക്കുന്നുണ്ട്. അതാണ് അന്തഃസ്പർശ. അതായത് ആ ശരീരരൂപത്തിൽ സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ് ഈ 6 വിധ സസ്യങ്ങളായിട്ട്, ചെടികളായും വൃക്ഷങ്ങളായും ശരീരരൂപത്തെ സ്വീകരിച്ച് വന്നത്. അതിനാ സ്വീകരിക്കാനായിട്ടുള്ള സൃഷ്ടികർമ്മം നടത്താൻ ബ്രഹ്മദേവന്റെ രൂപത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ പലവിധ സസ്യങ്ങളായിട്ട്, ഈ 6 വിധ സസ്യങ്ങളായി വൃക്ഷങ്ങളായി രൂപമെടുത്ത് ഭഗവാൻ തന്നെയാണ് വന്നത്. ഒറ്റ നോട്ടത്തിൽ ജീവനില്ല എന്ന് തോന്നിയാലും അതിൽ ആ ചൈതന്യം ഇരിക്കുന്നു. അതാണ് അതിൻ്റെ വിശേഷിണഃ എന്ന് വെച്ചാൽ എന്താ, അതുകൊണ്ടാണ് അത് അതുകൊണ്ടാണ് അത് വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും നമുക്കത് കാണുന്നത് എന്ന് മനസ്സിലായോ. ആ വിശേഷിണഃ എന്ന് വെച്ചാൽ നിലത്ത് കൂടെ പോകാൻ പറ്റുന്നത്, ഇങ്ങനെ പറ്റിച്ചേർന്ന് അത് കുരുമുളക് പോലെയൊക്കെ വള്ളിച്ചെടി പോലെ വളർന്നത്, പൂക്കുന്നത്, കായ്ക്കുന്നത്, ചിലത് പൂക്കുക മാത്രം, ചിലത് കായ്ക്കുക മാത്രം, ചിലത് രണ്ടും കൂടി ഉണ്ടാകുന്നത്, ചിലത് കായ ഉണ്ടായി മൂത്ത് കഴിഞ്ഞാൽ നശിച്ചു പോകുന്നത്, ഇങ്ങനെ പല വിധത്തിലുള്ള വിശേഷണങ്ങൾ ഈ ചെടികൾക്ക്, ഈ വൃക്ഷങ്ങൾക്ക് ഉണ്ടാവാൻ കാരണം അതിൻ്റെ ഉള്ളിൽ ചൈതന്യം ഇരിക്കുന്നത് കൊണ്ടാണ്. ജീവചൈതന്യം, ആ പ്രാണൻ അതിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അത് സാധിക്കുന്നത്. അപ്പൊ അതാണ് ഈ 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ബ്രഹ്മാവ് നടത്തിയ ആദ്യത്തെ സൃഷ്ടി ഇതാണെന്ന് മനസ്സിലായി, വൈകൃത സൃഷ്ടിയിൽ ആദ്യത്തെ. ഇനി അടുത്തത് വൈകൃത സൃഷ്ടിയിലെ 2ാമത് എന്താണെന്നാണ് പറയുന്നത്. തിരശ്ചാം അഷ്ടമ സർഗസഃ അഷ്ടവിംശാദ്വിധ മദഃ അവിദഃ ഭൂരിതമസോ ഘ്രാണജ്ഞ ഹൃദി അവേദിനഃ. തിരശ്ചാം അഷ്ടസർഗസഃ അഷ്ടവിംശാദ്വിധ മദഃ അവിദഃ ഭൂരിതമസ ഘ്രാണജ്ഞ ഹൃദി അവേദിനഃ എന്ന് വെച്ചാൽ, തിരശ്ച എന്ന് പറഞ്ഞാൽ പക്ഷികള്, മൃഗങ്ങള്, ജലജീവികള്, ഇവയെയാണ് തിരശ്ചാം എന്ന് പറയുന്നത് കേട്ടോ. പക്ഷികള്, മൃഗങ്ങള്, ജലജീവികള്, ഇവയാണ് അഷ്ടമ. കണ്ടോ? അപ്പോ ഭഗവാൻ നടത്തിയ സൃഷ്ടിയിൽ 8ാമത്തെ ആയി ഇത് അഷ്ടമം, 8ാമത്തെ സർഗ സൃഷ്ടി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ 8ാമത്തെ സൃഷ്ടി എന്ന് പറയുന്നത് ഈ പക്ഷികൾ. അപ്പൊ ആദ്യം 7ാമത്തെ സസ്യങ്ങളായിരുന്നു, ചെടികളും വൃക്ഷങ്ങളും. 8ാമത്തെ പക്ഷികള്, മൃഗങ്ങള്, ജലജീവികളും. ഇവയാണ് 8ാമതായിട്ട് ബ്രഹ്മാവിലൂടെ ഭഗവാൻ, ബ്രഹ്മാവായി നിന്നുകൊണ്ട് ഭഗവാൻ നടത്തിയ സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ വൈകാരിക സൃഷ്ടിയിലെ 2ാമത്തെയാണ് ഇത് പറയുന്നത്. സഹ. ഇനി ഇവയുടെ സൃഷ്ടി എന്ന് പറയുന്നത് അഷ്ടവിംശാദ് വിധ എന്ന് പറഞ്ഞാല് 28, അതാണ് അഷ്ടവിംശാദ് വിധ, 28 വിഭാഗമുണ്ടെന്ന് മദഹ എന്ന് വെച്ചാൽ പറയപ്പെടുന്നു. അപ്പൊ ഈ പക്ഷിമൃഗാദികള്, ജലജീവികള്, ഇവയുടെ സൃഷ്ടിയാണ് 8ാമത് നടത്തിയത്, വൈകാരികത്തിൽ 2ാമത്. ഇനി ഇത് 28 വിഭാഗങ്ങളുണ്ടെന്ന്. സസ്യങ്ങളുടെ പറഞ്ഞപ്പോൾ 6 വിഭാഗങ്ങൾ എന്നാ പറഞ്ഞത്. പക്ഷിമൃഗാദികളും ജലജീവികളും 28 വിഭാഗത്തിലൂടെയാണ് ഇതിന്റെ സൃഷ്ടി നടത്തിയത്. അത്ര അധികം ഉണ്ടെന്നാ പറയുന്നത്. പക്ഷികളിൽ തന്നെ പലവിധം, മൃഗങ്ങളിൽ തന്നെ പലവിധം, അതുപോലെ ജലജീവികളിൽ തന്നെ പലവിധം, അങ്ങനെ 28 വിഭാഗത്തിൽ പെടുന്ന രീതിയിലാണ് ഇതിന്റെ സൃഷ്ടി നടത്തിയത്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സൃഷ്ടികളുടെ പ്രത്യേകത അവിദഃ, ഒന്നിനെ കുറിച്ചുമുള്ള അറിവുള്ളവയായിരിക്കില്ല ഇവ. നമുക്കറിയാം അല്ലേ അത്. അവിദഃ അതായത് ആ ഒരു ബുദ്ധി, അവർക്ക് ശ്രേഷ്ഠ ബുദ്ധിയെ കൊടുത്തിട്ടില്ല. അതായത് ഒന്നിനെ കുറിച്ചും കാര്യമായി ചിന്തിക്കാനുള്ള ഒരു അറിവോ ബുദ്ധിയോ ഉണ്ടായിരിക്കില്ല ഈ സൃഷ്ടിക്ക്. ഭൂരിതമസഹ, തമോ ഗുണം കൂടി നിൽക്കുന്നവയാണ് ഇവ. മനസ്സിലായോ? ഭൂരി തമസഹ എന്ന് വെച്ചാൽ തമോ ഗുണം കൂടി നിൽക്കുന്നവരായിരിക്കും ഇവ. ഇനി ഘ്രാണജ്ഞ,
പ്രത്യേകിച്ച് ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സൃഷ്ടികളുടെ പ്രത്യേകത ഗന്ധത്തിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കുന്നവരായിരിക്കും ഇവര്, അല്ലെ? പക്ഷികള്, മൃഗങ്ങള്, ജലജീവികളുടെയൊക്കെ പ്രത്യേകത ഗന്ധം. ആ ഗന്ധത്തിലൂടെ കാര്യങ്ങളെ തിരിച്ചറിയുന്ന, ഓരോന്നിനെ വേർതിരിച്ചറിയാൻ കഴിവുള്ളവരായിരിക്കും ഈ ജീവികള്. ഇനി ഹൃദി അവേദിനഃ, ചിന്താശേഷി, എന്തെങ്കിലും ഒരു കാര്യത്തെ കണ്ട ഹൃദയത്തിൽ അത് ഓർത്ത് അതിനെ സ്മരിക്കാനുള്ള ഓർമ്മശക്തി ഇല്ലാത്തവരായിരിക്കും ഇവ. മനസ്സിലായില്ലേ? ഹൃദയത്തിൽ കാര്യങ്ങളെ കണ്ടു ഓർമ്മ വെച്ച് മനുഷ്യരെ പോലെ ഇങ്ങനെ സ്മരിച്ച് ഓർമ്മിക്കാനായിട്ടുള്ള ശക്തി ഉണ്ടാവില്ല. ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്ക് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാവില്ല. അതുപോലെ എന്നാൽ തമോ ഗുണം കൂടിയവയുമായിരിക്കും. അതുപോലെ തന്നെ ഗന്ധത്തിലൂടെ കാര്യങ്ങളെ വേർതിരിച്ച് അറിയുന്ന ആ കഴിവുള്ളവരായിരിക്കും ഇവരെ, ഈ സൃഷ്ടികൾ. അതായത് ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, മൈഥുനം, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. അതായത് ഒരു ജീവൻ നിലനിർത്താൻ വേണ്ട ഏറ്റവും അത്യാവശ്യമായ, അതിനപ്പുറമായ നാളെയെക്കുറിച്ചുള്ള ചിന്തകൾ, ഓരോ കാര്യങ്ങളെ ശരി തെറ്റി വേർതിരിച്ച് ഇതൊന്നും അവർക്കറിയില്ല. അതിനെക്കുറിച്ചുള്ള ചിന്താശേഷിയൊന്നും ഇല്ലാത്തവയായിരിക്കും ഈ ജീവികൾ. അതാണ് പക്ഷി മൃഗാദികളും ജലജീവികളുമാണ് എട്ടാമത്തെ സൃഷ്ടി എന്ന് പറയുന്നത്. ഇനി അവയെ 28 വിഭാഗത്തിൽ പെടുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അവയെ അങ്ങനെ വിശദീകരിച്ച് 28 വിഭാഗത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൻ്റെ ചെറിയ കുറച്ച് വിഭാഗങ്ങളെ കുറിച്ച് മാത്രമാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. 22ാമത്തെ ശ്ലോകം. ഗൗഹ അജഹ മഹിഷഃ, ഗൗഹു അജഹ മഹിഷഃ, കൃഷ്ണഃ സുഗരഃ ഗവയഃ രുരുഃ, ദ്വിശഫ പശവഃ ച ഇമേ അവി ഉഷ്ട്രഃ ച സത്തമഃ. ഗൗഹു അജഹ മഹിഷഃ, കൃഷ്ണഃ സുഗരഃ ഗവയഃ രുരുഃ, ദ്വിശഫ പശവഃ ച ഇമേ അവി ഉഷ്ട്രഃ ച സത്തമഃ. ഗൗഹു പശുക്കള് അതിൽ പെടുന്ന. അപ്പൊ പക്ഷി മൃഗാദികൾ എന്ന് പറയുമ്പോൾ ആദ്യം ഇപ്പോൾ ഇവിടെ മൃഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പശുക്കള്, ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അതാണ് ആദ്യം പറയുന്നത്. ദ്വിശഫ എന്ന് വെച്ചാല് 2 കുളമ്പുകൾ, അതാണ് പറയുന്നത്. 2 കുളമ്പുകളുള്ള മൃഗങ്ങളെയാണ് ആദ്യം സൃഷ്ടിച്ചത്. 2 കുളമ്പുകളുള്ള മൃഗങ്ങൾ. എന്നിട്ട് അതിൻ്റെ ഉദാഹരണങ്ങളാണ് പറയുന്നത്. ഗൗഹു എന്ന് വെച്ചാൽ പശുക്കള്, അജ എന്ന് വെച്ചാൽ ആട്, മഹിഷ എന്ന പോത്ത്, കൃഷ്ണ എന്ന് വെച്ചാൽ അറിയാലോ കൃഷ്ണമാൻ എന്നൊക്കെ പറയുന്നത്, സുഗരഹ പന്നി, ഗവയഹ കാട്ടിലെ കാള എന്ന് പറയില്ലേ, ഉജുജു കലമാൻ. ഇനി പശവഹ എന്ന് വെച്ചാൽ പശുക്കള്. ഇനി അവി എന്ന് വെച്ചാല് ഉദ്ദേശിക്കുന്നത് ആട് തന്നെ, ചെറിയ ആട്, ചെമ്മരിയാട് അതുപോലെയുള്ള വിഭാഗങ്ങള്. ഉഷ്ട്ര എന്ന് പറഞ്ഞാൽ ഒട്ടകം. സത്തമ എന്ന് പറഞ്ഞാൽ ഇവിടെ മൈത്രേയ മഹർഷി വിളിക്കുകയാണ്, അല്ലയോ സത്തമ എന്ന് വെച്ചാൽ അല്ലയോ വിദുരരെ. ഇവയാണ് ച ഇമേ എന്ന് വെച്ചാൽ ഈ മൃഗങ്ങളാണ് രണ്ടാമത്. അതായത് വൈകാരിക സൃഷ്ടിയിൽ ബ്രഹ്മദേവൻ ഈ ചെടികളെയൊക്കെ സൃഷ്ടിച്ചതിന് ശേഷം സൃഷ്ടിച്ചത് 2 കുളമ്പുകളുള്ള മൃഗങ്ങളെയാണ്. അപ്പൊ അതിന് ഉദാഹരണമായിട്ട് കുറച്ച് മൃഗങ്ങളുടെ പേര് പറയാണ്. പശുക്കള്, ആട്, പോത്ത്, കൃഷ്ണമൃഗമായ മാൻ, പന്നി, കാട്ടുകാള, കലമാൻ, അതുപോലെ പശു, ചെമ്മരിയാട്, ഒട്ടകം, ഇതൊക്കെ അതിൽ പെടും. 2 കുളമ്പുകളുള്ള മൃഗങ്ങളെ സൃഷ്ടിച്ചു. അതിനുശേഷം പറയുന്നു ഏകശപ എന്ന് പറഞ്ഞാൽ ഒറ്റ കുളമ്പുള്ള മൃഗങ്ങളെയാണ് പിന്നെ സൃഷ്ടിച്ചത്. അതാണ് ഏകശപ. അതാണ് 23ാമത്തെ ശ്ലോകത്തിൽ. ഖരഹ അശ്വഹ അശ്വതരഹ ഗൗരഹ ശരഭഃ ചമരി തഥാ ഏതേച ഏകശപ ക്ഷത്തഃ ശൃണു പഞ്ചനകാൻ പശൂൻ. അപ്പൊ ഇവിടെ ക്ഷത്തഃ എന്ന് വിളിക്കുന്നത് മൈത്രേയ മഹർഷി വിദുരരെയാണ് വിളിക്കുന്നത്, അല്ലയോ വിദുരരെ. എന്നിട്ട് പറയാണ് ഏകശപ ഒറ്റ കുളമ്പുള്ള മൃഗങ്ങളെയാണ് ഏതേച്ച ഇവയൊക്കെയാണ് സൃഷ്ടിച്ചത്. അത് ഏതൊക്കെയാണെന്നാണ് ഈ പറയുന്നത്. ഖരഹ കഴുത, അശ്വം കുതിര, അശ്വതര എന്ന് വെച്ചാൽ കോവർ കഴുത, ഗൗര എന്ന് വെച്ചാൽ വെള്ള കലമാൻ എന്ന് പറയും, ശരഭ എന്ന് വെച്ചാൽ കാട്ടുപോത്ത്. ഇനി ചമരി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകം കാട്ടില് ഒരു ഇണക്കം വരാതെ ഇരിക്കുന്ന, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ട് അല്ലേ? ഇവിടെ ലോസ്റ്റ് കണക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട്, ലോസ്റ്റ് യുവർ കണക്ഷൻ. ഓക്കെ, ഇപ്പൊ ശരിയായോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ശരിയായി. ഓക്കെ. അപ്പൊ ഗരഹ എന്ന് പറഞ്ഞാൽ കഴുത,
പിന്നെ അശ്വം കുതിര, അശ്വതരം എന്ന് പറഞ്ഞാൽ കോവർ കഴുത, ഗൗര എന്ന് പറഞ്ഞാൽ വെള്ള കലമാൻ, ശരഭം എന്ന് പറഞ്ഞാൽ കാട്ടുപോത്ത്. ഇനി ചമരി എന്ന് പറഞ്ഞാൽ ഈ കാട്ടിൽ തന്നെ ഇണങ്ങാതെ നിൽക്കുന്ന ഒരു തരം പശുവിനെയാണ് പറയുന്നത്. ഇനി തഥാ അതുപോലെ. അപ്പോൾ ഇതുപോലെയുള്ള മൃഗങ്ങളെ ഏതേച്ച ഇങ്ങനെയുള്ള മൃഗങ്ങളാണ് ഏകശപ, അതായത് ഒറ്റ കുളമ്പുള്ള മൃഗങ്ങളെയാണ് പിന്നീട് സൃഷ്ടിച്ചത്. എന്നിട്ട് പറയാണ് ക്ഷത്ത അല്ലയോ വിദുരരെ, ശൃണു. ഈ ശൃണു എന്ന് വെച്ചാൽ ഇനി നീ കേൾക്കൂ. എന്ത്? പഞ്ചനകാൻ പശു. ഇനി ഞാൻ സൃഷ്ടിച്ചത് പഞ്ചനകം, 5 നഖങ്ങളുള്ള പശുവിൻ എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ പശു എന്നല്ല ഉദ്ദേശിക്കുന്നത്, മൃഗങ്ങളെയാണ് ഇനി ഞാൻ സൃഷ്ടിച്ചത്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു തരണം. അപ്പൊ മൈത്രേയ മഹർഷി പറയാണ്, എന്നിട്ട് വിദുരരെ, അതിനുശേഷം ബ്രഹ്മാവായി ഇരുന്നു കൊണ്ട് ഭഗവാൻ സൃഷ്ടിച്ചത് 5 നഖങ്ങളുള്ള 5 നഖങ്ങളുള്ള മൃഗങ്ങളെയാണ് സൃഷ്ടിച്ചത്. അവ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം, ശൃണു, അങ്ങ് കേട്ടുകൊള്ളൂ എന്ന് വിദുരരോട് പറയാൻ കേട്ടോ. അപ്പോൾ മൃഗങ്ങളെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാണെന്ന്? ആദ്യം 2 കുളമ്പുള്ളത്, അതിനുശേഷം ഒറ്റ കുളമ്പുള്ള മൃഗങ്ങളെ സൃഷ്ടിച്ചു. അതിനുശേഷം 5 നഖങ്ങളുള്ള, അപ്പം ഇതൊക്കെ ഓരോ വിഭാഗങ്ങളാണ്. 28 വിഭാഗങ്ങളാണ് പക്ഷി മൃഗാദി ജലജീവികളെ സൃഷ്ടിച്ചത്. അതിലിപ്പോൾ 2 വിഭാഗമാണ് പറഞ്ഞത്. ഇനി അടുത്തൊരു വിഭാഗം 5 നഖങ്ങളുള്ള മൃഗങ്ങളെ സൃഷ്ടിച്ചു. അതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുന്നു. അതാണ് 24ാമത്തെ ശ്ലോകം. ശ്വാ ശൃഗാലഃ മൃഗഃ വ്യാഘ്ര മാർജാര ശശ ശലഭൗ സിംഹ കപി ഗജ കൂർമോ ഗോദ ച മകരാതയ. ഈ മൃഗങ്ങളെയാണ് 5 നഖങ്ങളുള്ള മൃഗങ്ങളെയാണ് പിന്നീട് സൃഷ്ടിച്ചത്. ശ്വാ നായ, ശൃഗാല ചെന്നായ, മൃഗ കുറുക്കൻ, മൃഗഃ എന്ന് വെച്ചാൽ കുറുക്കൻ, വ്യാഘ്ര കടുവ, മാർജാര പൂച്ച, ശശ മുയല്, ശല്ലഗൗ എന്ന് വെച്ചാൽ മുള്ളംപന്നി, സിംഹ സിംഹം, കബി കുരങ്ങൻ, ഗജ ആന, കൂർമ്മം ആമ, ഗോദ എന്ന് പറഞ്ഞാൽ ഉടുമ്പ്, പിന്നെ മകരാതയ മകര മത്സ്യം എന്ന് കേട്ടിട്ടില്ല, അതായത് ജലജീവികൾ എന്ന് വെച്ചാൽ മുതല, തിമിംഗലം, അങ്ങനെയുള്ള ജലജീവികൾ. ഇവയൊക്കെയാണ് ചീങ്കണ്ണി എന്നൊക്കെ പറയില്ലേ, ഇവയൊക്കെയാണ് 5 നഖങ്ങളുള്ള ജീവികൾ എന്ന് പറയുന്നത്. ഇതിനെയാണ് പിന്നീട് സൃഷ്ടിച്ചത് എന്നാണ് പറയുന്നത്. അപ്പൊ നായ, ചെന്നായ, കുറുക്കൻ, വ്യാഘ്രം, കടുവ, മാർജാരം, പൂച്ച, ശശ, മുയൽ, ശല്ലഗൗ, മുള്ളംപന്നി, സിംഹം, കുരങ്ങ്, ആന, ആമ, ഉടുമ്പ്, പിന്നെ ജലജീവികളായിട്ടുള്ള തിമിംഗലം, മുതല, ചീങ്കണ്ണി, ഇവയൊക്കെ. ഇതൊക്കെ 5 നഖങ്ങളുള്ള മൃഗങ്ങളാണ്. ഇവയെയാണ് പിന്നീട് സൃഷ്ടിച്ചത്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയില് വൈകൃത സൃഷ്ടിയില് ആദ്യത്തെ ചെടികളും വൃക്ഷങ്ങളാണെന്ന് മനസ്സിലായി. അതിനുശേഷം, അതായത് ഇവിടെ പ്രത്യേകത ഭക്ഷണം താഴെ നിന്നും മുകളിലോട്ട് വലിച്ചെടുത്ത് വലുതാവുന്നവയാണ്. ഇനി അതിനുശേഷം മൃഗങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. ആ പക്ഷി മൃഗാദികളെ ജലജീവികളെയും. അതിലാദ്യം 2 കുളമ്പുള്ളത്, പിന്നെ ഒറ്റ കുളമ്പുള്ളത്, പിന്നെ 5 നഖങ്ങളോട് കൂടിയ മൃഗങ്ങളെയും ജലജീവികളെയും സൃഷ്ടിച്ചു. അതാണ് പറയുന്നത്. ഇനി 25ാമത്തെ പക്ഷികളെ സൃഷ്ടിച്ചതാണ് കേട്ടോ. കങ്ക, ഗൃദ്ര, വട, ശ്വേന, ഭാസ, ഭല്ലൂക, ബർഹിണഃ, ഹംസ, സാരസ, ചക്രാക, കാക, ഉലൂക ആദയാ ഗഘ. കങ്ക, ഗൃദ്ര, വട, ശ്വേന, ഭാസ, ഭല്ലൂക, ബർഹിണഃ, ഹംസ, സാരസ, ചക്രാക, കാക, ഉലൂക ആദയ ഗഘ. അപ്പൊ കങ്ക എന്ന് പറഞ്ഞാൽ പക്ഷികളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൊക്ക്, കങ്ക എന്ന് പറഞ്ഞാൽ കൊക്ക്, ഗൃദ്ര എന്ന് പറഞ്ഞാൽ കഴുകൻ, വട എന്ന് പറഞ്ഞാൽ ചിലവരുടെ ബുക്കിൽ ബഗ എന്നും കാണും. അത് ഇതാണ് ഉദ്ദേശിക്കുന്നത്, കൊക്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താ പറയുക, നമ്മൾ കൊച്ചി എന്നൊക്കെ പറയില്ലേ, അതാണ് വട എന്ന് പറയുന്നത്. ശ്വേന എന്ന് പറയുന്ന പരുന്ത്, ഭാസ എന്ന് പറഞ്ഞാൽ ഒരു തരം പ്രാവ്, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഭല്ലൂക എന്ന് പറഞ്ഞാൽ നത്ത്, ബർഹിണഃ എന്ന് പറഞ്ഞാൽ മയിൽ, ഹംസം അരയന്നം, സാരസ എന്ന് പറഞ്ഞാൽ ഒരു തരം പക്ഷിയുടെ പേരാണ്. ചക്രാഹു എന്ന് പറഞ്ഞാൽ ചക്രവാക പക്ഷികൾ, കാക എന്ന് പറഞ്ഞാൽ കാക്ക അറിയാലോ, ഉലൂക എന്ന് വെച്ചാൽ മുങ്ങ, തുടങ്ങിയ ആദയ എന്ന് വെച്ചാൽ തുടങ്ങിയ, ഗഗ എന്ന് വെച്ചാൽ പക്ഷികൾ, തുടങ്ങിയ പക്ഷികളെയാണ് പിന്നീട് സൃഷ്ടിച്ചത്. അപ്പോൾ മൃഗങ്ങൾ 2 കുളമ്പുള്ളത്, ഒറ്റ കുളമ്പുള്ളത്, 5 നഖങ്ങളോട് കൂടിയ മൃഗങ്ങൾ, ഒപ്പം ജലജീവികൾ, അതിനുശേഷം പക്ഷികളെയും സൃഷ്ടിച്ചു. അപ്പോൾ വൈകൃത സൃഷ്ടിയിൽ 1ഉം 2ഉം കഴിഞ്ഞു, നമുക്ക് മനസ്സിലായി. അതായത് യഥാർത്ഥ ഭഗവാന്റെ സൃഷ്ടിയിൽ 9 എണ്ണത്തിൽ 7ഉം 8ഉം കഴിഞ്ഞു എന്ന് മനസ്സിലായില്ലേ. ഇപ്പൊ 7ഉം 8ഉം സൃഷ്ടി കഴിഞ്ഞു ഭഗവാന്റെ സൃഷ്ടിയിൽ. അപ്പൊ 9 വിധം സൃഷ്ടി നടത്തി എന്നാ പറഞ്ഞത്. അപ്പൊ ഇനി ഒരു സൃഷ്ടിയും കൂടിയേ ഉള്ളൂ ബാക്കി. വൈകൃത സൃഷ്ടി
സൃഷ്ടിയിൽ രണ്ടും കഴിഞ്ഞു. ബ്രഹ്മാവായിക്കൊണ്ട് നടത്തിയ സൃഷ്ടിയിൽ രണ്ടും കഴിഞ്ഞു. ഇനി മൂന്നാമത് 26ാമത്തെ ശ്ലോകം. അർവാക് സ്രോതസ്തു എന്ന് വെച്ചാൽ അർവാക് സ്രോതഹു നവമഹ ക്ഷത്ത ഏകവിധ നൃണാം രജഃ അധികഃ കർമ്മപര ദുഃഖേ ച സുഖമാനിന. അർവാക് സ്രോതസ്തു എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മളെങ്ങനെയാ ഭക്ഷണം കഴിക്കാം. ഭക്ഷണം അർവാക് സ്രോതസ്സു എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് താഴേക്ക്. മറ്റേത് പക്ഷികളെ പറഞ്ഞപ്പോൾ താഴെ നിന്ന് മുകളിലേക്കാണ്. അവർ വേരുകളിലൂടെ വിളിച്ചെടുത്ത് മുകളിലേക്കാണ് പോവുക. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്ന അന്നനാളം ഇങ്ങനെയാണ്. നമ്മൾ ഇങ്ങനെ കഴിക്കും, അത് താഴേക്കാണ് അതിൻ്റെ സഞ്ചാരം. അതാണ് അർവാക് സ്രോതസ്തു എന്ന് പറയുന്നത്. ഭക്ഷണം അന്നനാളം താഴേക്ക് പോകുന്ന, അന്നനാളത്തിലൂടെ താഴേക്ക് സഞ്ചരിക്കുന്ന വിഭാഗമാണ് നവമഹ. ഭഗവാൻ നടത്തിയ സൃഷ്ടിയിൽ 9ാമതായിട്ട് സൃഷ്ടിച്ചത് നവമഹ. അത് ക്ഷത്ത അല്ലയോ വിതുരരെ, മൈത്രേയ മഹർഷി വിളിക്കുകയാണ് വിതുരരെ. ഇനി അതിൻ്റെ പ്രത്യേകത അതിങ്ങനെ 28 വിഭാഗമോ അല്ലെങ്കിൽ 6 വിഭാഗമോ ഒന്നുമില്ല. ഏകവിധ, ഒരേ ഒരു വിധത്തിലാണ് അതിനെ സൃഷ്ടിച്ചത്. അതാണ് നൃണാം, മനുഷ്യരെ. അപ്പോൾ ഭഗവാന്റെ സൃഷ്ടിയിലെ 9ാമത്തെ സൃഷ്ടി മനുഷ്യരാണ്. ഭഗവാൻ ബ്രഹ്മാവായി ഇരുന്നു കൊണ്ട് ബ്രഹ്മാവിന്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് നടത്തിയ സൃഷ്ടി വൈകൃത സൃഷ്ടിയിലെ 3ാമത്തെ സൃഷ്ടിയാണ് മനുഷ്യരെ എന്നർത്ഥം. ഇതിന്റെ പ്രത്യേകത മനുഷ്യർ പല വിധമൊന്നുമില്ല, ഒന്നേ ഉള്ളൂ. നമ്മളല്ലേ വേർതിരിക്കാറല്ലേ, നിറമുള്ളവര്, നിറമില്ലാത്തവര്, കഴിവുള്ളവൻ, കഴിവില്ലാത്തവര്, പല വിധത്തിൽ പണമുള്ളവൻ, പണമില്ലാത്തവൻ, ആ ഉന്നത ജാതിയിൽപ്പെട്ടവൻ, താഴ്ന്ന ജാതിയിൽപ്പെട്ടവൻ എന്നൊക്കെയുള്ള വേർതിരിവുകളൊക്കെ നമുക്കല്ലേ. ഭഗവാന്റെ സൃഷ്ടിയിൽ ഇതിന് വേർതിരിവുകൾ ഒന്നുമില്ല, ഒരു വിഭാഗവും ഇല്ല. ഒരേ ഒരു വിധത്തിൽ മാത്രമാണ് സൃഷ്ടിച്ചത്. അതാണ് മനുഷ്യര്. പ്രത്യേകത അന്നനാളത്തിലൂടെ ഭക്ഷണം മുകളിൽ നിന്നും താഴേക്ക് പോകുന്ന വിധത്തിലാണ് ഇവയെ സൃഷ്ടിച്ചത്. ഇതിന്റെ പ്രത്യേകത രജഃ അധികഃ, അറിയാലോ, രജോ ഗുണം കൂടി നിൽക്കുന്ന സ്ഥിതിയിലാണ് ഇവയെ സൃഷ്ടിച്ചത്. ഇനി കർമ്മപര, എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഈ മനുഷ്യര്. ഇനി മറ്റൊരു പ്രത്യേകത ദുഃഖേച്ച സുഖമാനിന, സകലതും അവന്റെ ജീവിതം മുഴുവനും ഇവിടെ കാണുന്നതും അനുഭവിക്കുന്നതും നേടുന്നതും ഒക്കെ ദുഃഖം നിറഞ്ഞതാണെന്ന് അറിഞ്ഞിട്ടും ദുഃഖേച്ഛ, എല്ലാം ഒരു ഭൂമിയിലെ ജീവിതം, ലോക ജീവിതം ദുഃഖം നിറഞ്ഞതാണെന്ന് അറിഞ്ഞിട്ടും സുഖത്തിന് വേണ്ടി ആഗ്രഹിച്ച് സുഖമാനിന, സുഖത്തോടുകൂടി ജീവിക്കുന്ന, സകലത്തിലും സുഖത്തെ കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് ഈ മനുഷ്യർ. ദുഃഖം നിറഞ്ഞതായിട്ടും അത് മനസ്സിലാക്കാതെ എല്ലാത്തിലും സുഖം കണ്ട് സുഖത്തിന് വേണ്ടി ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ് ഈ മനുഷ്യർ. അതാണ് ഭഗവാന്റെ 9ാമത്തെ സൃഷ്ടി, മനുഷ്യ സൃഷ്ടി എന്ന് പറയുന്നത്. ഒരേ ഒരു വിധത്തിലേ ഉള്ളൂ മനുഷ്യന്, പല പല മാറ്റങ്ങളും ഒന്നുമില്ല. അത് രജോ ഗുണം കൂടി നിൽക്കുന്നവരുമാണ്. കർമ്മം, ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർമ്മം അത്യാവശ്യമാണ്. അപ്പോൾ രജോ ഗുണം കൂടി നിൽക്കുന്നവരും എപ്പോഴും കർമ്മം ചെയ്യേണ്ടി വരുന്നവരുമാണ്. ഒരു മനുഷ്യനും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ശരീരം കൊണ്ട് ചെയ്യുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും, ശരീരം കൊണ്ട് തളർന്നു കിടക്കുന്നവൻ പോലും കർമ്മം ചെയ്യുന്നു മനസ്സുകൊണ്ട്. അതാണ് പറയുന്നത്, മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. സർവത്ര ദുഃഖം നിറഞ്ഞ ഈ ലോകത്ത് ദുഃഖത്തിന് വേണ്ടിയല്ല, ആ ലോകത്തിൽ സുഖത്തിന് വേണ്ടി സുഖം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ഈ മനുഷ്യരെ. ഇതാണ് ബ്രഹ്മാവിനാൽ സൃഷ്ടിച്ച 3ാമത്തെ വൈകൃത സൃഷ്ടിയിൽ 3ാമത്തേതും ഭഗവാൻ സൃഷ്ടിച്ച 9ാമത്തെയും. ഇനി ഈ മനുഷ്യരോടൊപ്പം തന്നെ ഈ 3ാമത്തെ സൃഷ്ടിയിൽ വേറൊരു വിഭാഗവും പെടുന്നുണ്ട്. അതാണ് സ്വർലോകത്തിലുള്ള ദേവന്മാർ. അതാണ് 27ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. വൈകൃതഃ ത്രയ ഏവ ഏതേ ദേവ സർഗശ്ച സപ്തമ വൈകാരികഃ തു യഃ പ്രോക്ത കൗമാരഃ തു ഉഭയാത്മകഃ വൈകൃതാസ്ത്രയ ഏവ ഏതേ ദേവ സർഗശ്ച സപ്തമ വൈകാരികാസ്തു യഃ പ്രോക്ത കൗമാരഃ തു ഉഭയാത്മകഃ. അതായത് വൈകൃത സൃഷ്ടിയില്, അതായത് ബ്രഹ്മാവ് നടത്തിയ സൃഷ്ടിയില് ത്രയം, 3ാമത്തെ സൃഷ്ടിപ്പെടുന്നതാണ് മനുഷ്യരെന്ന് പറഞ്ഞില്ലേ. അതിൽ തന്നെ ആ ത്രയം എന്ന് വെച്ചാൽ ആ 3ാമത്തെ സൃഷ്ടിയിൽ ഏവ ഏതേ ഇപ്രകാരം, ഏവാന്ന് വെച്ചാൽ ഇപ്രകാരം, ഏതേന്ന് വെച്ചാൽ ഈ പറഞ്ഞതിൽ പെടുന്ന ദേവസർഗശ്ച, ദേവന്മാരുടെ സൃഷ്ടിയും ഇതിൽ പെടുന്നതാണ്. സപ്തമ എന്ന് വെച്ചാൽ വിതുരരെ, അല്ലയോ വിതുരരെ. ഈ ബ്രഹ്മാവിനായി കൊണ്ട് നടത്തിയ സൃഷ്ടി, വൈകൃത സൃഷ്ടിയിലെ
മൂന്നാമത്തെ സൃഷ്ടിയാണ് മനുഷ്യ സൃഷ്ടി എന്ന് പറഞ്ഞല്ലോ. അതിൽ തന്നെ പെടുന്നതാണ് ദേവന്മാരുടെ സൃഷ്ടിയും. അവരാണ് സ്വർലോകത്തിൽ വസിക്കുന്ന ദേവന്മാരുടെ സൃഷ്ടിയും ഇതിൽ പെടുന്നതാണ്. ഇതേപോലെ തന്നെ ദേവന്മാരെല്ലാം മനുഷ്യരുടെ പറഞ്ഞ ഗുണങ്ങളെ എന്താ പറഞ്ഞത്? ഒരേ വിധം എന്ന് പറഞ്ഞില്ലേ? അതേപോലെ തന്നെയാണ് ദേവന്മാരും ഒരേ വിധം തന്നെയാണ്. അതിലൊരു മാറ്റവുമില്ല. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. കാരണം നമുക്കറിയാം, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്ന നിയന്ത്രിത ദേവന്മാരാണ് ഈ ദേവന്മാർ. അപ്പൊ ദേവന്മാർക്ക് എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. വൈകാരികു യഹ പ്രോക്ത. വൈകാരികം എന്ന് വെച്ചാൽ സത്വഗുണമാണ് ഇവിടെ കൂടി നിൽക്കുന്നത്. മനുഷ്യരുടെ ഒരു പ്രത്യേകത, മനുഷ്യർക്കും ദേവന്മാർക്കും തമ്മിൽ ഒരു വ്യത്യാസമുള്ളൂ. മനുഷ്യരിൽ രജോ ഗുണമാണ് കൂടി നിൽക്കുന്നതെങ്കിൽ ദേവന്മാരിൽ സാത്വിക ഭാവം, സത്വഗുണം കൂടി നിൽക്കുന്നവരാണ് ഈ ദേവന്മാരെ. യഹ പ്രോക്ത എന്നാണ് ഇവർ പറയപ്പെടുന്നത്. അപ്പോൾ ബ്രഹ്മാവ് നടത്തിയ സൃഷ്ടി വൈകൃത സൃഷ്ടിയിലും മൂന്നാമത്തെ സൃഷ്ടിയിൽ മനുഷ്യർ മാത്രമല്ല ദേവന്മാരും പെടും. ഈ മനുഷ്യരും ദേവന്മാരും ഒരേപോലെ ഗുണങ്ങൾ കൊണ്ട് ഒരേ വിധം തന്നെ, വ്യത്യാസങ്ങളില്ല. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവർ തന്നെ ഒരു വ്യത്യാസമില്ല. ഒരൊറ്റ വ്യത്യാസമുള്ളൂ. മനുഷ്യർക്ക് രജോ ഗുണം കൂടും, ദേവന്മാർക്ക് സത്വഗുണം കൂടും. നമുക്കറിയാം, നമ്മൾ അഹങ്കാരത്തില് സാത്വിക അഹങ്കാരത്തിൽ നിന്നാണ് ദേവന്മാരുണ്ടായതെന്ന് നമുക്കറിയാം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ദേവന്മാരുണ്ടായത്. രാജസിക അഹങ്കാരത്തിൽ നിന്നാണ് പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടായതും കർമ്മേന്ദ്രിയങ്ങൾ ഉണ്ടായതും. അപ്പൊ ആ പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ചേർന്നതാണല്ലോ മനുഷ്യര്. അപ്പൊ എന്ത് സംഭവിക്കും? മനുഷ്യർക്ക് രജോ ഗുണമായിരിക്കും കൂടുക. പക്ഷെ ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ദേവന്മാര് സാത്വിക അഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടായത്. അപ്പൊ അവർക്ക് സത്വഗുണമാണ് കൂടി നിൽക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം. അപ്പൊ വൈകൃത സൃഷ്ടിയിൽ മൂന്നാമത്തെ ഈ ദേവന്മാരും പെടും. ഇനി അടുത്തത് പറയുന്നത് കൗമാരഹത്തു എന്ന് വെച്ചാൽ ആരായിരിക്കും? പിന്നെ ബ്രഹ്മാവ് സൃഷ്ടിച്ചത് കുമാരന്മാരെയാണ്. ആ കുമാരന്മാരാരായിരിക്കും? സനകാദി മഹർഷിമാരല്ലേ, സനൽകുമാരന്മാർ, അവരെയാണ് പറയുന്നത്. അവര് ഉഭയാത്മക എന്ന് വെച്ചാൽ അർത്ഥം ഈ രണ്ട് വിഭാഗത്തിലും ഇവരെ പെടുത്താണ്. ഏതാണ് സൃഷ്ടിയിലെ രണ്ട് വിഭാഗം എന്ന് ചോദിച്ചാൽ ഇനി അറിയാലോ. വൈകാരിക സൃഷ്ടി, പ്രാകൃത സൃഷ്ടിയും വൈകാരിക സൃഷ്ടിയും. ഈ രണ്ട് വിഭാഗത്തിലും നമുക്ക് ഈ സനൽകുമാരന്മാരെ പെടുത്താം എന്നാണ് മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ സനൽകുമാരന്മാർ ഭഗവാൻ നേരിട്ട് സനകാദി മഹർമാരുടെ ആ 4 കുമാരന്മാരുടെ ശരീരരൂപത്തെ സ്വീകരിച്ചു വന്ന പ്രാകൃത സൃഷ്ടിയിലും അവരെ അങ്ങനെയാണെന്നും പറയാം. അല്ലെങ്കിൽ ഭഗവാൻ ബ്രഹ്മാവായി ശരീരം എടുത്തിട്ട് ബ്രഹ്മാവിൽ നിന്നും എടുത്ത രൂപമാണ് സനൽകുമാരന്മാരുടെ എന്നും പറയാം. അങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് പറയാം. പല പുരാണങ്ങളിലും പറയുന്നുണ്ട് ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരാണ് സനകാദി മഹർഷിമാരെന്ന്. അപ്പൊ ഈ സനകാദികളെ 4 മഹർഷിമാരെയും 4 കുമാരന്മാരെയും ഒന്നുകിൽ ബ്രഹ്മാവിൽ നിന്നുണ്ടായ വൈകൃത സൃഷ്ടിയാണെന്നും പറയാം. ഭഗവാൻ നേരിട്ട് സനൽകുമാരന്മാരുടെ രൂപം സ്വീകരിച്ചതാണെന്നും, അങ്ങനെയെങ്കിൽ അതിനെ പ്രാകൃതമെന്നും. അതാണ് ഉഭയാത്മക. ഈ രണ്ട് സൃഷ്ടി വിഭാഗത്തിലും പെടുത്താവുന്ന ഒരു സൃഷ്ടിയാണ് ഭഗവാൻ അടുത്തത് നടത്തിയത്. അത് സനൽകുമാരന്മാരുടെ സൃഷ്ടിയാണ്. സനൽകുമാരന്മാരുടെ സൃഷ്ടിയെക്കുറിച്ച് അടുത്ത അധ്യായത്തിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ഇനി അവരെങ്ങനെയാണ് ഉണ്ടായത് എന്ന്, സനകാദി മഹർഷിമാരുടെ. അപ്പൊ അതിനെ നമുക്ക് 10ാമത്തെ സൃഷ്ടി എന്ന് പറയാം. അപ്പൊ 9 വിധത്തിലുള്ള സൃഷ്ടി കഴിഞ്ഞിട്ട് 10ാമതാണ് കുമാരന്മാരായിട്ട് സനകാദി മഹർഷിമാരെ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് പറയാം. അപ്പൊ 10ാമത്തെ സൃഷ്ടിയാണ് സനൽകുമാരന്മാർ. ഇനി 28ഉം 29ഉം ശ്ലോകത്തില് ദേവന്മാരെ സൃഷ്ടിച്ചു. ഇപ്പൊ ദേവന്മാരുണ്ടായെന്ന് പറഞ്ഞില്ലേ, ആ ദേവന്മാരുടെ വിഭാഗത്തിൽ പെടുന്നത് ആരൊക്കെയാണ് എന്നാണ് ഇനി 28ാമത്തെ 29ാമത്തെ ശ്ലോകത്തിലും പറയുന്നത്. ദേവസർഗഹാച്ച അഷ്ടവിധ വിബുധഃ പിതരഃ അസുരഃ ഗന്ധർവ അപ്സരസ സിദ്ധ യക്ഷ രക്ഷാംസി ചാരണ ഭൂതപ്രേത പിശാചഃ ച വിദ്യാദ്ര കിന്നര ആദായ ദശ ഏതേ വിദുരാഖ്യാത സർഗഃ തേ വിശ്വസൃക് കൃത. അപ്പൊ ദേവസർഗ, ദേവന്മാരുടെ സൃഷ്ടി അഷ്ടവിധ, 8 വിധത്തിലാണ് നടത്തിയത് എന്നാണ് പറയുന്നത്. സ്വർലോകത്തിൽ വസിക്കുന്ന ദേവന്മാരുടെ സൃഷ്ടി 8 വിധത്തിലാണ് നടത്തിയത്. ഇനി ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. വിബുധ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ മുതലായ ദേവന്മാരെയാണ് വിബുധ എന്ന് വിളിക്കുന്നത്. പിതരഹ എന്ന് വെച്ചാൽ പിതൃദേവന്മാര്. അസുരഹ എന്ന് വെച്ചാല് ഈ സ്വർലോകത്ത് വസിക്കുന്ന ദേവന്മാരുടെ കൂട്ടത്തിൽ ചില അസുരന്മാരെ കൂടി പെടുത്തിയിട്ടാണ് ഇവിടെ പറയുന്നത്. അത് ആരൊക്കെയായിരിക്കും? ഒറ്റയടിക്ക് നമുക്കൊരു ഉത്തരം പറയാം.
പ്രഹ്ലാദൻ അല്ലേ, അതുപോലെയുള്ള ശ്രേഷ്ഠമായ മോക്ഷപദവിയിൽ എത്തിയിട്ടുള്ള അസുരന്മാർ ഈ ദേവഗണങ്ങളുടെ കൂട്ടത്തിൽ സ്വർലോകത്തിൽ വസിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ അസുരഹ എന്ന് പറയുന്നത്. ഇനി ഗന്ധർവ അപ്സരസഹ, ഗന്ധർവന്മാരും അപ്സരസുകളും ഒക്കെയാണ് അടുത്ത. ഇപ്പൊ വിബുധ എന്ന് വെച്ചാൽ ദേവന്മാർ, ഇന്ദ്രൻ മുതലായ ദേവന്മാർ, പിതരൻ പിതൃക്കള്, അസുരന്മാര്, ഗന്ധർവ അപ്സരസ് 4ാമത്തെ വിഭാഗത്തിൽപ്പെടും. അടുത്തത് യക്ഷ രക്ഷാംസി, യക്ഷന്മാര് രാക്ഷസന്മാര് 5ാമത്തെ വിഭാഗത്തിൽപ്പെടും. സിദ്ധ ചാരണ വിദ്യാധരന്മാർ 6ാമത്തെ വിഭാഗത്തിൽപ്പെടും. സിദ്ധന്മാര്, ചാരണന്മാര്, വിദ്യാധരന്മാര് ഇവരൊക്കെ അടുത്ത വിഭാഗത്തിൽ 6ാമത്തെ വിഭാഗത്തിൽപ്പെടും. ഭൂതപ്രേത പിശാചാശ്ച അവരൊക്കെ 7ാമത്തെ വിഭാഗത്തിൽപ്പെടും. കിന്നരന്മാർ, ആദയ മുതലായവരാണ് ദേവന്മാരുടെ വിഭാഗത്തിൽ പെടുന്നത്. ഇവരെയാണ് ദേവന്മാർ, സ്വർലോകത്തിൽ വസിക്കുന്ന ദേവന്മാരെ ഇങ്ങനെ 8 വിധത്തിലാണ് സൃഷ്ടിച്ചത് എന്നാണ് പറയുന്നത്. വിബുധ, പിതര പിതൃക്കള്, അസുരന്മാർ, ഗന്ധർവ അപ്സരസുകള്, യക്ഷ രക്ഷസന്മാര്, സിദ്ധചാരണ വിദ്യാധരന്മാർ, ഭൂതപ്രേത പിശാചുക്കള്, കിന്നരന്മാർ തുടങ്ങിയവ. ഇങ്ങനെ ദശ ഏതേ 10 വിധത്തിൽ വിദുര, മൈത്രേയ മഹർഷി വിളിക്കുകയാണ് അല്ലയോ, വിദുരരെ സർഗഹ സൃഷ്ടിയെക്കുറിച്ച് തേ ഞാൻ അങ്ങേക്കായി ആഖ്യാത പറഞ്ഞു തന്നിരിക്കുന്നു. വിശ്വസൃക്ക് കൃത, വിശ്വസൃക്ക് എന്ന് വെച്ചാൽ വിശ്വത്തെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായ ബ്രഹ്മാവ്, കൃത എന്ന് വെച്ചാൽ ചെയ്തു എന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വിശ്വസൃക്ക് നല്ല ബ്രഹ്മാവ് സൃഷ്ടിച്ചു. ഇതുപോലെ ബാക്കിയുള്ള ദേവന്മാരെയൊക്കെ ബ്രഹ്മാവിനാലാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതുപോലെ മനുഷ്യരെ, അതുപോലെ തന്നെ പക്ഷിമൃഗാദികള്, ജലജീവികള്, സസ്യങ്ങള്, ഇവയാണ് വൈകൃത സൃഷ്ടികൾ എന്ന് പെടുന്നവരാണ് ഇതെല്ലാം എന്ന്. അപ്പോൾ ഇതൊക്കെ ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടു. ഇനി ഇതും കൂടി കൂട്ടി, മുന്നത്തെയും കൂടി കൂട്ടി പറയുകയാണെങ്കിൽ മൊത്തം 10 സൃഷ്ടികളെ കുറിച്ച്, 9 സൃഷ്ടികളെ കുറിച്ച് പറഞ്ഞു. 10ാമത്തെ സനകാദികളാണ്. ഇനി ഇതിൽ സംശയമില്ലല്ലോ, ഇതൊക്കെയാണ് ബ്രഹ്മാവിനാൽ നടത്തിയ സൃഷ്ടികർമ്മങ്ങൾ. ഇനി ശ്ലോകം 30. അധഃ പരം പ്രവക്ഷ്യാമി വംശാൻ മന്വന്തരാണി ച ഏവം രജഃ പ്ലുതഃ സൃഷ്ട കൽപ ആദിഷു ആത്മഭൂ ഹരിഃ സൃജതി അമോഘ സങ്കൽപ ആത്മയേവ ആത്മാനാം ആത്മനഃ. എന്നിട്ട് പറയാണ്, മൈത്രേയ മഹർഷി പറയാണ്, അധഃ പരം, ഇനി ഇതൊന്നും കൂടാതെ ഇനിയും ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്, പ്രവക്ഷ്യാമി പറയാൻ പോകുന്നു, വംശാൻ പലവിധ വംശങ്ങളുടെ സൃഷ്ടി എങ്ങനെയാണ് ഉണ്ടായത്, മന്വന്തരാണി മനുക്കള് മന്വന്തരങ്ങളുടെ സൃഷ്ടി എങ്ങനെയാണ് ഉണ്ടായത് ച, അതാണ് വിദുരരെ അങ്ങേക്ക് ഞാൻ ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ പലവിധ വംശങ്ങളും മനുക്കളും മന്വന്തരങ്ങളും എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ഇനി പറഞ്ഞു തരാൻ പോകുന്നു. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് മൈത്രേയ മഹർഷി അവസാനം പറയുകയാണ്, ഏവം ഇപ്രകാരം രജഃ പ്ലുതഃ രജോഗുണം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ സൃഷ്ട ബ്രഹ്മദേവൻ, സൃഷ്ടികർത്താവായ ബ്രഹ്മദേവന്റെ രൂപം സ്വീകരിച്ച് കൽപ്പ ആദിഷു എല്ലാ കൽപ്പങ്ങളുടെയും ആദ്യത്തിൽ ആത്മഭൂ ആ പരമാത്മാവ് സ്വയം തന്നെ, ഹരി ഭഗവാൻ ശ്രീഹരി സ്വയം തന്നെ, സൃജതി ബ്രഹ്മാവിന്റെ രൂപത്തെ സ്വീകരിച്ച് സൃഷ്ടി കർമ്മം നടത്തി, അമോഘ സങ്കല്പ തൻ്റെ സങ്കല്പം, തൻ്റെ ഇച്ഛയെ അമോഘം എന്ന് വെച്ചാൽ സാക്ഷാത്കരിച്ചു എന്ന്. എന്തായിരുന്നു ഇച്ഛ? സ്വയം അറിയണമെന്നാണ് ഇച്ഛിച്ചത്. അതിൽ നിന്നാണല്ലോ ഇതൊക്കെ പിരിഞ്ഞിങ്ങനെ പലതായി മാറി വന്നത്. അപ്പോൾ ആ അമോഘ സങ്കല്പ എന്ന് വെച്ചാൽ സാക്ഷാത്കരിക്കപ്പെട്ട സങ്കല്പത്തോടു കൂടിയവൻ എന്നർത്ഥം. എന്ന് വെച്ചാൽ ആ ഇച്ഛ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ആ ഭഗവാൻ സാക്ഷാൽ പരമാത്മാവ് ശ്രീഹരി സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ രൂപം സ്വീകരിച്ച് എല്ലാ കൽപ്പത്തിൻ്റെയും തുടക്കത്തിൽ ഇവിടെ വന്ന് സൃഷ്ടികർമ്മം നടത്തി. ആത്മയേവ സ്വയം തന്നെത്താനെ തന്നെ ആ കർമ്മത്തെ ആത്മനഃ തന്നിൽ തന്നെ ലയിച്ചിരിക്കുന്ന ആ ശക്തി, മായാശക്തിയെ ഉപയോഗിച്ച് സ്വയം ഭഗവാൻ തന്നെ പലതായി രൂപമെടുത്ത് പിരിഞ്ഞുകൊണ്ട് സ്വന്തം ആഗ്രഹത്തെ സാക്ഷാത്കരിച്ചു. അപ്പോൾ ഇങ്ങനെ പല എന്തൊക്കെ പറഞ്ഞു? മഹത്തത്വം, അഹങ്കാരം തന്നെ, പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ദേവന്മാര്, പിന്നെ അവിദ്യ, അതിൽ നിന്നും പിന്നീട് വന്നത് സസ്യങ്ങൾ, പലവിധ മൃഗങ്ങൾ, പക്ഷികൾ, ജലജീവികൾ, ഇതെല്ലാം കഴിഞ്ഞ് മനുഷ്യർ, ദേവന്മാർ, ഇങ്ങനെയൊക്കെ പലതായി പിരിഞ്ഞത് എല്ലാം ഒരേ ഒരു
പുരുഷ പ്രകൃതി സംയോഗമാകുന്ന പരമാത്മാവ് തന്നെയാണ് തൻ്റെ മായാശക്തിയെ ഉപകരണമാക്കിക്കൊണ്ട് ഇങ്ങനെ പലതായി പിരിഞ്ഞത്. നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടില്ലേ? അതായത് വേര് മുകളിലേക്ക് നിന്നിട്ട് ഒരൊറ്റ വേരേ ഉള്ളൂ, അത് മുകളിലേക്ക് നിന്നിട്ട് അതിൽ നിന്നും നിരവധി ശാഖകളായി പിരിഞ്ഞ ഒരു അരയാൾ വൃക്ഷം പോലെയാണ് ഈ പ്രപഞ്ചം, ഈ ഭഗവാന്റെ ചൈതന്യം നിൽക്കുന്നത് എന്ന് പറഞ്ഞില്ലേ? ആ ഒരൊറ്റ പരമാത്മാവിൽ നിന്നും പിരിഞ്ഞതാണ് ഈ മഹത്തത്വം, അഹങ്കാരം. അത് 3ആയി പിരിഞ്ഞു, അതിൽ നിന്ന് പലതായി പിരിഞ്ഞ് അങ്ങനെ 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 നിരവധി ശാഖകളോട് കൂടിയിട്ടാണ് ഈ ബ്രഹ്മ ചൈതന്യം നിൽക്കുന്നത് എന്ന് എന്നാൽ ഇങ്ങനെ പലതായി പിരിഞ്ഞതെല്ലാം യഥാർത്ഥ അസ്തിത്വം ഒന്നേ ഉള്ളൂ എന്നാണ് അവസാനം മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. അതോടുകൂടി 10ാമത്തെ അധ്യായം അവസാനിച്ചു. ഇനി നമ്മൾ 11ാമത്തെ അധ്യായം അടുത്ത വ്യാഴാഴ്ച. അപ്പം അതിലെ കാലങ്ങളുടെ നിർണയം എങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് സനകാദികളുടെ ഉത്ഭവം എങ്ങനെയാണെന്ന്, സൃഷ്ടി എങ്ങനെയാണെന്നുള്ള തുടരും. നമസ്കാരം.